അതോ CM പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ CBI അന്വേഷണത്തിന് വിടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞേക്ക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിടക്കിടക്ക് പറയുന്നതായിട്ട് കേടുന്നുണ്ട്. എന്താ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ അതെയാ. അപ്പോൾ ഏതായാലും അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണല്ലോ. എല്ലാം വിടുകയാതിരിക്കുമോ എന്നുള്ളതല്ല പ്രശ്നം. അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടക്കണ്ടേ? ആ പരിശോധനകൾ നടക്കട്ടെ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വളരെ തിരക്കായിട്ട് CBIക്ക് വിടുന്ന ചരിത്രങ്ങൾ നമ്മൾ കുറേ കണ്ടതാണല്ലോ. അത് ആ ഒരു ശീലക്കാരല്ലല്ലോ ഞങ്ങൾ. ആവശ്യമായ പരിശോധന നടത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അതായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കളിയാക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വിഖ്യാതമായ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ പറഞ്ഞത് 300 വീടുകൾ UDF നിർമ്മിച്ചു കഴിഞ്ഞു എന്ന തരത്തിലാണ്. 100 വീടുകൾക്കുള്ള പണം കർണാടക സർക്കാർ തന്നിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടാണ് നൽകിയത്. 100 വീടുകൾ കോൺഗ്രസ് നിർമ്മിച്ചു തുടങ്ങും അടുത്തു തന്നെ. അങ്ങനെ 300 വീടുകൾ ഞങ്ങൾ റെഡി. ഇതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ട്രോളായി മാറിക്കൊണ്ടിരിക്കുന്ന വാക്കുകളാണ് VD സതീശൻ്റേത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ട്രോളുകയാണ് VD സതീശനെ. ആ വാക്കുകൾ കേൾക്കാം. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യവുമുണ്ട്. സംസ്ഥാനങ്ങൾ നൽകുന്ന പണം എങ്ങനെ കോൺഗ്രസിൻ്റെ പണമാകും? കർണാടക സർക്കാർ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങൾ അന്ന് കേരളത്തെ സഹായിക്കാൻ രംഗത്ത് വന്നിരുന്നു. അത് സർക്കാരിൻ്റെ ഫണ്ടാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പണമല്ല എന്ന് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി. അതും കൂടി കേൾക്കാം. ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 400-ൽ 300 വീടും വെക്കുന്നത് കോൺഗ്രസ് ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ സർക്കാർ നിലവിൽ ദുരിതബാധിതർക്ക് വാടക പോലും നൽകുന്നില്ല എന്നാണ്. ഇപ്പം ഞാൻ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. നമുക്ക് ഇനിയും വീണ്ടും പറയാമല്ലോ. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കാം. ഇവിടെ കോൺഗ്രസിൻ്റേതായി ഏതെങ്കിലും വീടുകൾ പണിയാൻ ആരംഭിച്ചു എന്നുള്ളത് ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നല്ലതാണ്. കർണാടക സർക്കാർ മാത്രമല്ല, നിരവധി സംസ്ഥാന സർക്കാരുകൾ, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെയുള്ള വിവിധ സർക്കാരുകൾ നമുക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട്. അത് അവിടെയുള്ള പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അതെല്ലാം സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതാണ്. അതിലേതെങ്കിലും ഒരു സർക്കാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല. അത് സംസ്ഥാനം തരുന്ന ഫണ്ടായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഏതായാലും ഇവിടെ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുമായി ബന്ധപ്പെട്ട് ഒരു വീടും ഇതേവരെ പണി ആരംഭിച്ചതായി കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസും ഉടനെ പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതും ഇതേവരെ കണ്ടിട്ടില്ല. അതേസമയം മറ്റൊരു യുവജന സംഘടനയായ DYFI അവർ 100 വീട് പൂർത്തിയാക്കാനുള്ള പണം നേരത്തെ തന്നെ സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കാണാം. അതാ അല്ല അല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അടുത്ത തവണ എടുക്കാം.